ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലി അലാ സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ട സയ്യിദന്മാരെ, പണ്ഡിതരെ, മഴ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നാം എത്തിയിരിക്കുന്നത് സാഹിത്യോത്സവ വേദിയിലാണ്. ഈ അവസരത്തിൽ പ്രപഞ്ചം പടക്കാൻ കാരണമായ മുത്തുനബിയെ കുറിച്ച് നിമിഷങ്ങൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. എങ്കിലും മുത്തുനബിയുടെ കുട്ടികളോടുള്ള കാരുണ്യത്തെക്കുറിച്ച് ഒരല്പം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങേ ഈ ലോകത്ത് റഹ്മത്തായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. ആ കാരുണ്യം ലഭിച്ചവരിൽ അടിമയും ഉടമയും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട്. അത് അവിടുത്തെ ജീവിതം അറിഞ്ഞവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുള്ളതാണ്. വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുകയും ചെയ്യാത്തവർ നമ്മിൽ പെട്ടവരല്ല എന്ന പ്രഖ്യാപനത്തിലൂടെ ലോക ജനതയ്ക്ക് വളരെ വലിയ സന്ദേശമാണ് അവിടുന്ന് നൽകിയത്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് പറയുന്നുണ്ട്, ചെറിയ കുട്ടികളോട് ഇത്രയും ലാളിത്യവും അനുകമ്പയുമുള്ള ഒരാളെ വേറെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരപുത്ര അബൂ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറെ പ്രിയപ്പെട്ട നുഗൈൻ എന്ന കിളിയുടെ വിരാമത്തിൽ നിരാശയുടെ പടുക്കയിൽ വീണ ആ പിഞ്ചു ബാലനെ ഏറെ സമയം ചെലവഴിച്ച് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തത് പ്രബോധന പ്രവർത്തനങ്ങളും യുദ്ധ ചർച്ചകളും ഗൗരവത്തോടെ നടക്കുന്ന അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിലും ചെറിയ കുട്ടികളുടെ കൂടെ ചെലവഴിക്കാൻ അവിടുന്ന് സമയം കണ്ടെത്തിയിരുന്നു. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഇരു ലോകത്തും നാഥൻ നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.